തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയം അമിത ആത്മവിശ്വാസത്താലാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ജിമ്മി, ഈ ചില സിനിമ പൊട്ടുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ നടൻ പറയുക സംവിധായകൻ ശരിയായില്ല, പടം ശരിയായില്ല, എൻ്റെ അഭിനയം നന്നായിരുന്നുള്ളതാണ്. സംവിധായകന്മാരെ പറയുന്ന മറുപടിയാണ് അതിനകത്ത് ഏറ്റവും ക്ലാസിക്. നല്ലപോലെ പോസ്റ്റർ ഒട്ടിച്ചില്ല, അതുപോലെ തന്നെ തിയേറ്ററുകൾ കാര്യമായി കിട്ടിയില്ല, എല്ലാം പ്രൊഡ്യൂസറുടെ കുഴപ്പമാണ് എന്ന് പറയും. അതായത് എൻ്റെ സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ അത് പ്രചരിപ്പിക്കുന്നതിലൊരു വലിയ കുഴപ്പം പറ്റി. അതുപോലെ ഒരു മറുപടിയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമിത ആത്മവിശ്വാസം, അതായത് എന്തായാലും ഈ ഗംഭീര സർക്കാരാണ്, പക്ഷേ സർക്കാർ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനം വെച്ച് ജനങ്ങൾ വന്ന് അങ്ങ് വോട്ട് ചെയ്തോളൂ എന്ന് വിചാരിച്ചു. ആ ആത്മവിശ്വാസം കൂടുതൽ കൊണ്ട് ആരും പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. അപ്പോൾ അതിനകത്ത് ഒരു വരി കൂടെയുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം അതിഗംഭീരമായിരുന്നു, അത് ജനങ്ങളെ മനസ്സിലാക്കിച്ചില്ല പാർട്ടി എന്നുള്ളതാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം ഗംഭീരമാണെങ്കിൽ അത് പാർട്ടിക്കാർ പോയി പറഞ്ഞു കൊടുക്കണോ എന്നുള്ളതൊരു രണ്ടാമത്തെ ചോദ്യമുണ്ട്. ഇന്ന് ശ്രീ ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റ് തീരുമാനം അനുസരിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ വലിയ വിജയം തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതൊക്കെ പണം കിട്ടിയ ജനങ്ങളോട് നിങ്ങൾക്ക് പണം കിട്ടിയോ എന്ന് പോയി ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ തോൽവിക്ക് ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ഇതേ കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞാണ്. അന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഭരണവിരുദ്ധ വികാരമില്ല. 2, ശബരിമല ഏശിയിട്ടില്ല. 3, ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ കുറഞ്ഞിട്ടില്ല. അതിൻ്റെ ഉദാഹരണമായി പറഞ്ഞു മലപ്പുറത്ത് 10 ലക്ഷം വോട്ടുകൾ കിട്ടി. അപ്പോൾ പിന്നെ എന്താണ് പരാജയത്തിന് കാരണം, അത് ഞങ്ങൾ പരിശോധിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് സംസ്ഥാന കമ്മിറ്റി അടക്കം വിളിച്ചുകൂട്ടി വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വിവരങ്ങൾ എടുത്തതിന് ശേഷം അതേ വരികൾ തന്നെയാണ് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ പ്രോസസ്സിന് ശേഷവും അന്ന് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പ്രാഥമിക വിലയിരുത്തൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രോസസ്സിന് ശേഷവും പാർട്ടി മാറി ചിന്തിക്കുന്നില്ല എന്നാണോ, പാർട്ടി നേതൃത്വം അവർ പറഞ്ഞുകൊടുത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണോ? കാരണം നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാതല അവലോകനത്തിനുമെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ തിരിച്ചടികളെക്കുറിച്ച്, പല വിഷയങ്ങളെക്കുറിച്ച്, സ്വർണ്ണപ്പാളിയെക്കുറിച്ച്, ശബരിമലയിലെ വിഷയത്തെക്കുറിച്ച് ഇതെല്ലാം വളരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരമില്ല, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ഏശിയിട്ടില്ല, ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല, ഇതിൻ്റെ വിശദീകരണമാണ് ഇന്ന് അദ്ദേഹം നൽകിയത്. അതിന് ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓവർ കോൺഫിഡൻസിൽ അണികൾ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സർക്കാർ വളരെ ശരിയാണ് എന്ന ഒരു മുൻധാരണ വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ എന്ന് ചിന്തിക്കാത്തത്? അതല്ലെങ്കിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ, ആ സർക്കാരിനോട് സ്വാഭാവികമായും ഒരു ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നത്? ഇത് രണ്ടും സ്വാഭാവികമായും സംഭവിക്കേണ്ടതല്ലേ? അല്ലാതെ പാർട്ടി പോയിട്ടാണോ താഴെത്തട്ടിൽ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യം പ്രചരിപ്പിക്കേണ്ടത്? ജനങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ട കാര്യമാണ്. നമ്മൾ തന്നെ പറഞ്ഞല്ലേ, ഒരു കയ്യിൽ 2100, മറ്റേ കയ്യിൽ 1200, രണ്ടും കൂടെ ചേർക്കുമ്പോൾ ആഹാ എന്ത് ഗംഭീര സർക്കാർ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യും എന്നല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അത് നടന്നിട്ടില്ല എങ്കിൽ എന്താണ് കാരണമെന്ന് ആലോചിക്കണ്ടേ? അതുപോലെ തന്നെ പാർട്ടിയുടെ ജോലി എന്താണ് അങ്ങനെയാണെങ്കിൽ? ഇത് കേരള സർക്കാരിൻ്റെ ഫാൻ ക്ലബ്ബാണോ? സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അത് മാത്രമാണോ പാർട്ടിയുടെ പണി? പാർട്ടി അതാണോ ചെയ്യേണ്ടത്? അതോ തിരിച്ച് പാർട്ടി സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരു സംവിധാനമായി മാറേണ്ടതുണ്ടോ? 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം തൊട്ട് മുമ്പിലുള്ള 2 കാര്യങ്ങൾ, പാർട്ടിയുടെ ഒരു ഘടകവും അറിയാതെയാണ് PM ശ്രീ എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ വലിയ നയവ്യതിയാനം ഉണ്ടായത്. 1. 2, തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കെതിരെയുള്ള വളരെ വലിയ സമരവും ബഹളവും എല്ലാത്തിനും ശേഷം ഏകപക്ഷീയമായി 2 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലുള്ള കോംപ്രമൈസ്, അതും പാർട്ടി അറിഞ്ഞില്ല. ഇത് 2 നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ 2 കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അതൊരു പ്രശ്നമായി തോന്നാത്തത്? അതായത് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നതാണല്ലോ പാർട്ടി, അങ്ങനെയാണല്ലോ CPM കരുതുന്നത്, അതിൻ്റെ മുകളിലാണ് നിൽക്കുക. കോൺഗ്രസ് ഒക്കെ ആകുമ്പോൾ മുഖ്യമന്ത്രിയാണ് എല്ലാത്തിൻ്റെയും അവസാനമൊക്കെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലോ അങ്ങനെയല്ല. പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിയുടെ കീഴിലുള്ള ഘടകങ്ങളുമാണ് അവസാന വാക്ക്. പക്ഷേ ഈ 2 കാര്യങ്ങളിലും അങ്ങനെയല്ല സംഭവിച്ചത്. എന്നിട്ടും അതൊരു പ്രശ്നമായി തോന്നാത്തത് എന്തുകൊണ്ടാണ്? പാർട്ടിക്ക് അപ്പോൾ സർക്കാരിൻ്റെ ഫാൻ ക്ലബ്ബായി മാത്രം നിന്നാൽ മതിയോ? അതോ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടി, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതുകൊണ്ട് സർക്കാരിനെ അത് തൊടാൻ പാടില്ല. സർക്കാർ ശരിയാണ്, പിന്നെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അവലോകനമാണ് നടത്തുന്നത്. അവിടെ തൊടാൻ പറ്റില്ല എന്നിടത്ത് തന്നെ
പാളിയോ എന്നുള്ളതാണ് സംശയം. ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇല്ലെന്നോ വികസന നേട്ടങ്ങൾ വല്ലാതെ മോശമാണെന്നോ എന്നൊന്നും അല്ല എൻ്റെ വിഷയം. പക്ഷേ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ഭാഗം കൂടി ആലോചിക്കാതെ പോയത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഭരണ നേട്ടങ്ങൾ വോട്ടായി മാറാത്തത്? എവിടെയാണ് പാളിയത്? ചെറിയ കാര്യമല്ല കേട്ടോ. കേരള ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനോ LDFനോ അങ്ങനെ വലിയ പരാജയം സംഭവിക്കാറില്ല. ഇപ്പോൾ പരാജയം സംഭവിച്ചാൽ പോലും 2010 കഥ പറഞ്ഞാൽ പോലും ജില്ലാ കൗൺസിൽ അന്ന് അതിനേക്കാൾ പരാജയമായിരുന്നു. 8 എൻ്റെ പോയിന്റ് അതാ. പരമാവധി പോയാൽ 8-6, അതിനപ്പുറം പോവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അദ്ദേഹത്തിന് അവരുടെ കൂടെയുള്ള പാർട്ടി. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്കാണ് ശക്തി. അവർ താഴെത്തട്ടിൽ തോക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ അപകടത്തിൻ്റെ ചിഹ്നമാണ്. അതാ പറഞ്ഞത് 2010 പോലും BJP ഇല്ല അന്ന് അപ്പോൾ പോലും ഒരു വളരെ വലിയ പരാജയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് സംഭവിക്കുക? അത് വേറെ ചില കാര്യങ്ങളുടെ സൂചനയാണ്. താഴെത്തട്ടിൽ കോൺഗ്രസ് നേതാക്കളെയോ അണികളെയോ കാണുന്നത് പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMകാരുടെ അണികൾക്ക്, CPMൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് വളരെ വലിയ പങ്കുണ്ട്. അവരോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടാണോ ഈ വോട്ട് മറിഞ്ഞത്? ഒരു വലിയ തരംഗം പല സ്ഥലങ്ങളിലും ഉണ്ടായത്. അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായി മാറിയത് കൊണ്ടാണ് ഒരു വലിയ തരംഗമായി ഉണ്ടായത്. ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വല്ലാത്ത മോശം ഭരണമാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചതെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയല്ല. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അപകടം പിടിച്ച ഒരു ഫലമാണ്. നിങ്ങൾ പറയുമ്പോൾ തത്വത്തിൽ 7-7 ബഹുഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും തോറ്റു. ഇതൊക്കെയാണെങ്കിലും 350ഓളം ഗ്രാമപഞ്ചായത്തുകൾ LDFന് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചുവാദമുണ്ട്. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ CPMനൊരു തിരിച്ചടി ഉണ്ടാകുന്നത് അത് വളരെ വലിയ അപകടത്തിൻ്റെ സൂചനയാണ്. കാരണം കോൺഗ്രസ്സിന് അങ്ങനെയൊന്നും ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കാനുള്ള സംഘടനാ ശേഷിയോ സംവിധാനമോ CPMൻ്റെ പകുതി പോലുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വളരെ വലിയ ഇൻട്രോസ്പെക്ഷനാണ് വേണ്ടത്. അതിന് പകരം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശബരിമല ഒരു വിഷയമേ അല്ല. ശബരിമലയിൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് പറഞ്ഞ ന്യായമാണ് തമാശ. അത് ഒന്നും പറയാതെ വിട്ടിരുന്നെങ്കിലും കുഴപ്പമില്ല. അയ്യപ്പൻ്റെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചത്. അയ്യപ്പൻ്റെ ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റി ഞങ്ങളാണ് ജയിച്ചത്. എന്തൊരു തമാശയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ശബരിമലയിലെ സ്വർണ്ണക്കടത്തും കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കഥയല്ലേ. അത് വേണമെങ്കിൽ ബാധിച്ചില്ലെന്നോ പറയും. പക്ഷേ അതിന് പകരം അയ്യപ്പൻ്റെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചത്, അതുകൊണ്ട് ഇതൊരു വിഷയമല്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ എന്തൊരു അപഹാസ്യമായ കാര്യമാണ്. മൂന്നാമത്തേത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾക്കാണ് കൂടുതൽ കിട്ടിയത്. അതിനെക്കുറിച്ച് എന്തായാലും വിശദീകരണം കൂടുതലുണ്ടായില്ല. അതേസമയം താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പാർട്ടി അങ്ങോട്ട് അറിയിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ വളരെ വലിയ ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായത് കേരയിൽ പദ്ധതിക്കെതിരെയാണ്. മഞ്ഞക്കുറ്റി. ഈ മഞ്ഞക്കുറ്റിയുടെ കാര്യം ഭൂമി നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ ആ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചോ അതിൻ്റെ പേരിലുള്ള കൺഫ്യൂഷൻസ് താഴെത്തട്ടുണ്ട്. പലരും സ്ഥലം വാങ്ങിക്കാൻ ഇപ്പോഴും മടിക്കുന്നു. സർക്കാർ ആ പദ്ധതി പിൻവലിക്കാത്തതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് താഴെത്തട്ടിൽ. ഇത് പാർട്ടി മുമ്പോട്ട് ഉന്നയിച്ചിട്ടുണ്ടോ? പല സ്ഥലത്തും ആദിവാസി മേഖലയിൽ കഴിഞ്ഞ 8-9 വർഷമായി ഒരൊറ്റ സമരം പോലും ആദിവാസി മേഖല നടന്നിട്ടില്ല. പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള പദ്ധതികൾ നിലച്ചുപോയ സ്ഥലമാണ്. സംസ്ഥാന സർക്കാരിന്, ഇടതുമുന്നണിക്ക് ഇത്തവണ വളരെ വലിയ തിരിച്ചടി നേടിയിട്ടത് ആ മേഖലകളിലൊക്കെയാണ്. അപ്പോൾ പല പദ്ധതികളും ഗംഭീരമായി നടക്കുമ്പോഴും വേറെ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം അവിടെയാണ്. CPMൻ്റെ എന്ന പാർട്ടി സംവിധാനത്തിൻ്റെ ജോലി സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കലും സംസ്ഥാന സർക്കാരിന് ഫീഡ്ബാക്ക് കൊടുക്കലുമാണ്, അല്ലാതെ ഫാൻ ക്ലബ്ബായി മാറുകയല്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു വച്ചിരിക്കുന്നത് നല്ല ഒരു ഫാൻ ക്ലബ്ബായി പാർട്ടി പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് സർക്കാരിന് എതിരെയുള്ള ജനവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഒരു കാരണവശാലും യാഥാർത്ഥ്യങ്ങൾക്ക് ചേർന്നതല്ല. ഒരു സംശയം ചോദിക്കട്ടെ ജിമ്മി, സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജിമ്മി പറയുകയാണെങ്കിൽ ഏതൊക്കെ വകുപ്പിലായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുക? അത് വകുപ്പുപരമായിട്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 10 വർഷത്തെ ഒരു സർക്കാരിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ സർക്കാരിനോട് സ്വാഭാവികമായി പറഞ്ഞോട്ടെ സ്വർണ്ണപ്പാളി പറയട്ടെ സ്വർണ്ണപ്പാളി സംസ്ഥാന സർക്കാർ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്. ഞാൻ പറഞ്ഞിട്ട്
സർക്കാർ തന്നെയാണ്. സർക്കാർ അപ്പോയിന്റ് ചെയ്ത്, പാർട്ടിയാണ് അപ്പോയിന്റ് ചെയ്തത്. 2021 സർക്കാരാണോ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അപ്പോയിന്റ് ചെയ്തത്? എങ്ങനെ 2021 സർക്കാരാണോ 2019 ദേവസ്വം ബോർഡ്? രണ്ട് LDF സർക്കാരാണ്. ഭരണവിരുദ്ധ വികാരം എങ്ങനെ ഭരണവിരുദ്ധ വികാരം അതാ പറഞ്ഞത്. അവരുടെ ഭരണവിരുദ്ധ വികാരം 10 വർഷത്തെ സർക്കാരിനെതിരെയാണ്. എന്ത് സംശയം? പറഞ്ഞു തീർക്കട്ടെ. എന്ന് മാത്രമല്ല, പാർട്ടിയല്ല പത്മകുമാറിനെ അപ്പോയിന്റ് ചെയ്തവരുൺ, പാർട്ടിയല്ല ഇപ്പോഴത്തെ ഇന്ന് അറസ്റ്റിലായ ആളെ പിടികൂടി. ഏത് സർക്കാരാണ് അപ്പോയിന്റ് ചെയ്തത്? LDF സർക്കാർ. ഏത് സർക്കാർ? ഫസ്റ്റ് LDF സർക്കാർ 2016. 2021 സർക്കാരിലെ പോയിരിക്കുന്നത്. അതെ. ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെ ദേവസ്വം ബോർഡ് മെമ്പർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് എന്താ? അപ്പൊ ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം സ്വർണ്ണപ്പാളി 5 തിരിക്കണം കേട്ടോ. ആ വെയിൽ കെട്ടിട്ട് വേണം. അല്ല, അങ്ങനെ തന്നെ തിരിക്കണം. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. 10 എന്നുള്ളൊരു മടുപ്പിന്റെ കാരണമാണ്. 2021 വിധി എഴുതി. 2020 ശേഷം അല്ല, എന്റെ ചോദ്യം ഇതാണ്, സ്റ്റേറ്റ് ആണ്. 2021 ശേഷമുള്ള പിണറായി സർക്കാരിന്റെ ഇപ്പം വനം വകുപ്പ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ ചില കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബാക്കി ഏതൊക്കെ വകുപ്പുകളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്, ഭരണവിരുദ്ധ വികാരം പ്രകടമായത്? ഏതായാലും വനം വകുപ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം എത്ര യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർമാരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്. എന്റെ ചോദ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ 2021 ശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് മെച്ചപ്പെട്ടോ കുറഞ്ഞോ? അല്ലെ, എത്രയിടത്ത് വൈസ് ചാൻസലർമാരുണ്ടെന്ന് അന്വേഷിച്ചു. അതെന്താ കാരണം? എന്താ കാരണം? ഗവർണർ ഒരു ഭാഗം മാത്രം കാരണമാകുന്നില്ല. അതിൽ സർക്കാരും ചില കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയമായ നിലപാട് ഗവർണറുമായി ബന്ധപ്പെട്ട ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് എന്ത് കാര്യമുള്ളത്? ഗവർണറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സമയത്ത് വിട്ടുവീഴ്ച ചെയ്യാമെന്നും അറിയാം. അല്ല, വിട്ടുവീഴ്ച ചെയ്യാവുന്ന സമയത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ അറിയാം. അതേസമയം ഒരു കാര്യം അല്ല, ജിമ്മി പറഞ്ഞ ഒരു പോയിന്റ്, സർക്കാർ വിട്ടുവീഴ്ച ചെയ്തു, കോംപ്രമൈസ് ചെയ്തു പാർട്ടി അറിയാതെ എന്നുള്ളതാണ് തെറ്റാണ്. അങ്ങനെയല്ല. സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ചോദ്യം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ സുപ്രീം കോടതി ധൂലിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് കാത്തു നിൽക്കാതെ സർക്കാരും ഗവർണറും തമ്മിലൊരു സമവായമുണ്ടായി എന്നൊരു ധാരണ സൃഷ്ടിച്ചത്? എന്താ കാരണം എന്നറിയാമോ? അന്ന് ധൂലിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രസിഡന്റായിട്ട് ഇതേ ഗവർണറാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പകരം എന്താ, അന്നും ഇന്നും പറഞ്ഞിട്ട് സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഗവർണറും ഒപ്പം സിസ തോമസിന്റെ കാര്യത്തിൽ സർക്കാരും വിട്ടുവീഴ്ച ചെയ്യാതെ ആ പ്രശ്നം അവസാനിക്കില്ല. കാരണം ധൂലിയ കമ്മിറ്റിയുടെ കാര്യത്തിൽ 2 ലിസ്റ്റിലും പെട്ടയാളാണ് സിസ തോമസ്. അതാണ് വരാൻ പോകുന്നത്. സുപ്രീം കോടതിയാണ് കേരളത്തിലെ VC-മാരെ നിശ്ചയിക്കുന്നതെന്നൊരു പ്രസിഡന്റ് വന്നാൽ ഇനി ഇവിടെ ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന എല്ലാ ഇത്തരം നിയമനങ്ങളും ഗവർണർ അങ്ങനെയായിരിക്കും നടത്താൻ പോവുക. അതിന്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണത്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സംവിധാനത്തിന്റെ പേര് സർക്കാർ എന്നല്ല. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്ന സംവിധാനത്തിന്റെ പേര് പാർട്ടി എന്നാണ്. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങൾക്കൊരു പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലാണ് ചർച്ച ചെയ്തത്. തീരുമാനം എടുത്തിട്ടാണ് പാർട്ടി സെക്രട്ടറി. അതാണ് നമ്മുടെ ധാരണ. നോക്കൂ, എല്ലാ തീരുമാനങ്ങളും സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പാർട്ടി സെക്രട്ടേറിയറ്റ് എടുത്തിട്ടല്ല. പാർട്ടി സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം അവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓരോ ആഴ്ചയും കൂടുതൽ നോക്കൂ, എന്താണ് അവസാനം വന്നത്? സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നു. വളരെ പെട്ടെന്ന് ഈ തീരുമാനം അറിയിക്കണമെന്ന് തീരുമാനം വരുമ്പോൾ ചോദിക്കുന്നു, അതിൽ സെക്രട്ടേറിയറ്റിന് പരിഭവമില്ല. സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടു കൂടി ആ ചർച്ച അവിടെ അവസാനിച്ചു. അത് അരുണിന്റെ ഇൻഫർമേഷൻ എവിടുന്ന അറിയില്ല, അത് തെറ്റാണ്. അത് തെറ്റല്ല. എനിക്ക് വളരെ കോൺഫിഡൻസ് എനിക്ക് വളരെ കോൺഫിഡൻസോടെ പറയാൻ പറ്റും. ആ കാര്യത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിനെ ഇരുട്ടിൽ നിർത്തി എന്നുള്ളത് പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ച വന്നില്ല. എന്റെ നേരിട്ടുള്ള സോഴ്സിന്റെ ഇൻഫർമേഷൻ പറയുന്നു, അവിടെ നടന്ന ചർച്ച ഞാൻ പറയാം. സെക്രട്ടറിയിൽ നടന്ന ചർച്ച, മുഖ്യമന്ത്രിയോട് ഈ കാര്യം പാർട്ടി സെക്രട്ടേറിയറ്റിലെ ഒരു പ്രധാനപ്പെട്ട അംഗം ചോദിക്കുന്നു. ഗവർണറുമായി സമവായമുണ്ടാക്കി എന്നുള്ളത് ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കില്ലേ? അപ്പോൾ അവിടെ ആ ചർച്ചയ്ക്ക് പോയ മന്ത്രി അടക്കമുള്ളവർ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ധൂലിയ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നാളെ സിസ തോമസിനെയും ഈ സജി ഗോപിനാഥിനെയും നിശ്ചയിക്കണം എന്ന തീരുമാനം വന്നാൽ അത് പ്രസിഡന്റായി മാറുകയും നിലവിലുള്ള സാഹചര്യത്തിൽ തുടർന്ന് അങ്ങോട്ട് അത് നമുക്ക് പാലിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അതിനുശേഷം ആ വിഷയത്തിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അരുൺ പറയുന്നത് പാർട്ടി കമ്മിറ്റിക്കകത്ത് മുഖ്യമന്ത്രി വിശദീകരിച്ചതാണ്. ഞാൻ പറഞ്ഞ വിഷയം, കേരളത്തിൽ ഒരു പ്രസിഡൻസ് ഉണ്ട്. ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. ആ കാലത്ത് പാർട്ടിയിൽ ക്യാബിനറ്റിൽ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ച നടക്കുമായിരുന്നു. അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ സർക്കാരിൻ്റെ കാലത്തും ആദ്യഘട്ടത്തിൽ
വെള്ളിയാഴ്ചകളിൽ എന്താണ് അടുത്ത ക്യാബിനറ്റിൽ പോകാൻ പോകുന്നത് ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ പോയിന്റ് അത് തന്നെയാണ്. ഇത് അതിനുശേഷം റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന രീതി എന്നാണ് CPM-ൽ വന്നത്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി 2019 2021 ഈ വിഷയം പുറത്തു വന്നിട്ടില്ല. അത് അന്ന് തെരഞ്ഞെടുപ്പിൽ ഇത് വെച്ച് ഫേസ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ വിവരം അറിഞ്ഞാനെ. ഇപ്പോൾ ആ പഴയ കഥയാണ് പുറത്തു വരുന്നത്. ആ പഴയ കഥ പുറത്തു വരുമ്പോൾ അത് ഒന്നാണോ രണ്ടാണോ എന്നുള്ളതല്ല, അന്നും ഇന്നും ഒരേ മുഖ്യമന്ത്രിയും ഒരേ മുന്നണിയുമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ശരി, ഞാൻ മറുപടി പറയാം. എനിക്ക് ഇടവേള വേണം. ഒറ്റ കാര്യം അല്ല, നമുക്ക് ഇടവേളയ്ക്ക് ഈ പ്രധാനമന്ത്രി പിന്നെ ആവാസ് യോജനയിലെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒപ്പിടാത്തത് കൊണ്ട് വീടിനുള്ള പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞേ, കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? ഒപ്പിടണമെന്നാണോ ഒപ്പിടാതാണോ? കോൺഗ്രസിനെ കുറിച്ച് ആര് ചർച്ച ചെയ്തു? അല്ല ഈ അങ്ങനെയാണെങ്കിൽ അല്ല, എനിക്ക് മറുപടി ഉണ്ട്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Meet the editors.